Soumya, good morning. Fatimat, good morning. Good morning, sir. Yes, Sanila, good morning. കുറച്ച് ദിവസമായി നമ്മൾ ഇതിൽ കണ്ടിട്ട് അല്ലേ സനില? അതെ സർ. അതെ അതെ. ഞാനിവിടെ ഉണ്ടായിരുന്നു. എന്റെ നിങ്ങളുടെ ക്ലാസ് പോർഷൻ തീരാത്തവർക്ക് കൊടുത്തുകൊണ്ടാണ്. അശ്വതി, ഗുഡ് മോർണിംഗ്. യെസ്, അപ്പൊ നമ്മൾ റിപ്പോർട്ടർ സ്പീച്ചിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ആ റിപ്പോർട്ടർ സ്പീച്ചിന് നമ്മള് ഓക്കെ സഫീര, ഗുഡ് മോർണിംഗ്. സിമ്പിൾ പ്രസന്റ്, സിമ്പിൾ പാസ്റ്റ്, സിമ്പിൾ ഫ്യൂച്ചർ. ഫ്യൂച്ചർ നമ്മൾ പറഞ്ഞോ സനില?
സിമ്പിൾ ഫ്യൂച്ചർ നമ്മൾ പറഞ്ഞിട്ടുണ്ടോ? സിമ്പിൾ ഫ്യൂച്ചർ പറഞ്ഞു അല്ലെ. നമുക്ക് പ്രസന്റ് കണ്ടിന്യൂസ് ആയിരിക്കും ഒരു വാല്യൂസ് ഉണ്ട്. ഓക്കെ, ആരംഭിക്കാം. യെസ്, അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് റിപ്പോർട്ട് സ്പീച്ചിനെ കുറിച്ചായിരുന്നു. അപ്പോ മറന്നുപോയിട്ടുണ്ടാവും, അതുകൊണ്ട് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് റിവൈൻഡ് ചെയ്യുന്നു. റിപ്പോർട്ട് സ്പീച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് രണ്ട് വെർബ് വരും. ഒന്ന് ഇൻവെർട്ടഡ് കോമയുടെ അകത്ത് വന്ന വെർബ്, ഒന്ന് ഇൻവെർട്ടഡ് കോമയുടെ പുറത്ത് വന്ന വെർബ്. ഇൻവെർട്ടഡ് കോമയുടെ പുറത്ത് വന്ന വെർബിനെയാണ് നമ്മൾ റിപ്പോർട്ടിംഗ് വെർബ് എന്ന് പറയുന്നത്. റിപ്പോർട്ടിംഗ് വെർബ്. യെസ്, ആ റിപ്പോർട്ടിംഗ് വെർബ് ചിലപ്പോൾ പ്രസന്റ് ടെൻസിലായിരിക്കും, ചിലപ്പോൾ പാസ്റ്റ് ടെൻസിലായിരിക്കും. അങ്ങനെ റിപ്പോർട്ടിംഗ് വെർബ് പാസ്റ്റ് ടെൻസിലാണെങ്കിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ അങ്ങനെ നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞു റിപ്പോർട്ടിംഗ് വെർബ് പാസ്റ്റ് ടെൻസിലാവുകയും ഇൻവെർട്ടഡ് കോമയുടെ അകത്ത് വരുന്ന വാചകം സിമ്പിൾ പ്രസന്റുമാണെങ്കിൽ അതിനെ സിമ്പിൾ പാസ്റ്റിലേക്ക് മാറ്റണം എന്ന് പറഞ്ഞു. റിപ്പോർട്ടിംഗ് വെർബ് പാസ്റ്റ് ടെൻസ് ആവുകയും ഇൻവെർട്ടഡ് കോമയുടെ അകത്ത് വരുന്ന വാചകം സിമ്പിൾ പാസ്റ്റിൽ ഉള്ളതുമാണെങ്കിൽ അതിനെ പാസ്റ്റ് പെർഫെക്റ്റിലേക്ക് മാറ്റണം എന്ന് പറഞ്ഞു. ഇൻവെർട്ടഡ് കോമയുടെ പുറത്തുള്ള റിപ്പോർട്ടിംഗ് വെർബ് പാസ്റ്റ് ടെൻസും ഇൻവെർട്ടഡ് കോമയുടെ അകത്തുള്ളത് പ്രസന്റ് കണ്ടിന്യൂസും അല്ല സിമ്പിൾ ഫ്യൂച്ചറുമാണെങ്കിൽ അതിനെ കണ്ടീഷണൽ ഫോമിലേക്ക് മാറ്റണം. ഇത്രയുമാണ് നമ്മൾ പറഞ്ഞ് നിർത്തിയത്. യെസ്, ഇനി നമുക്ക് അടുത്ത ഒരു സംഗതി കൂടി നമ്മൾ പറയുന്നു. അപ്പൊ അതിന് മുമ്പ് നിങ്ങൾക്ക് വാചകങ്ങളുണ്ട്, അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഹി സെറ്റ്, ഹി സെറ്റ്. ഇനി ഇൻവെർട്ടഡ് കോമയിൽ ആരംഭിക്കുക. ദ ബോൾ ഈസ് പ്ലേയിങ്, PLAYING, playing. The boy is playing. Okay. Inverted comma close ചെയ്യാം. ഓക്കെ, ഈ ഡിസ്കസ് ചെയ്യാം കേട്ടോ. അപ്പൊ ഇവിടെ നമുക്ക് നോക്കുമ്പോൾ ഹി സെറ്റ്, അപ്പൊ സെറ്റ് എന്ന് പറയുമ്പോൾ റിപ്പോർട്ടിംഗ് വരുമ്പോൾ പാസ്റ്റ് ടെൻസ് ആണ്. ഇനി ഇൻവെർട്ടഡ് കോമയുടെ അകത്തുള്ളത് ദ ബോയ് ഈസ് പ്ലേയിങ് എന്നുള്ളതാണ്. ദ ബോയ് ഈസ് പ്ലേയിങ് എന്നുള്ളത് ഏത് ടെൻസ് ആണെന്ന് പറയാമോ? ദ ബോയ് ഈസ് പ്ലേയിങ് എന്നുള്ളത് ഏത് ടെൻസ് ആയിരിക്കും? നമ്മൾ പറഞ്ഞിട്ടുള്ള ഈ 12 ടെൻസുകളിൽ ഏതിന്റെ കീഴിൽ വരുന്നത്? ആർക്കെങ്കിലും? ഓക്കെ സനീല, കറക്റ്റ് ആണ്. പ്രസന്റ് കണ്ടിന്യൂസ് ആണ്. പ്രസന്റ് കണ്ടിന്യൂസ് ആണ്. നമുക്ക് എങ്ങനെ മനസ്സിലായെന്ന് ചോദിച്ചാൽ സബ്ജക്റ്റ് പ്ലസ് ഓക്കെ സഫീറ കറക്റ്റ്. സബ്ജക്റ്റ് പ്ലസ് ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ എ പ്ലസ് വെർബ് പ്ലസ് ING. ഇതാണ് പ്രസന്റ് കണ്ടിന്യൂസിന്റെ സ്ട്രക്ചർ. അപ്പോൾ നമ്മൾ ഇവിടെ നോക്കുമ്പോൾ ദ ബോയ് അതെന്താണത്? സബ്ജക്റ്റ് ആണ്. ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ, അതിലെന്തുണ്ട്? ഈസ് ഉണ്ട്. യെസ്. ഇനി വെർബ് പ്ലേ, അതിന്റെ കൂടെ എന്തുണ്ട്? ING ഉണ്ട്. അപ്പൊ സബ്ജക്റ്റ് പ്ലസ് ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ എ പ്ലസ് വെർബ് പ്ലസ് ING.
നമുക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലായി ഇത് പ്രസന്റ് കണ്ടിന്യൂസ് ആണെന്ന് പിടികിട്ടി. അങ്ങനെ തന്നിരിക്കുന്ന വാചകം പ്രസന്റ് കണ്ടിന്യൂസ് ആണെങ്കിൽ അതിനെ എന്തിലോട്ട് മാറ്റണം? പാസ്റ്റ് കണ്ടിന്യൂസിലേക്ക് മാറ്റണം. എങ്ങോട്ടാണ് മാറ്റേണ്ടത്? പാസ്റ്റ് കണ്ടിന്യൂസ്. പാസ്റ്റ് കണ്ടിന്യൂസ് എന്ന് പറയുമ്പോൾ അതിന്റെ സ്ട്രക്ചർ നമുക്കറിയാം. സബ്ജക്റ്റ് എഴുതുന്നു, അത് കഴിഞ്ഞതിന് ശേഷം വാസ് അല്ലെങ്കിൽ വേറെ എഴുതുന്നു. സബ്ജക്റ്റ് പ്ലസ് വാസ് അല്ലെങ്കിൽ വേറെ. ഓക്കെ സഫീറ. അത് കഴിഞ്ഞതിന് ശേഷം വെർബ് എഴുതുന്നു, ആ വെർബിന്റെ കൂടെ ഒരു ing കൂടി ചേർക്കുന്നു. ഓക്കെ സൗമ്യ. അതിനെയാണ് നമ്മൾ പാസ്റ്റ് കണ്ടിന്യൂസ് എന്ന് പറയുന്നത്. അപ്പോ പ്രസന്റ് കണ്ടിന്യൂസ് ആണെങ്കിൽ പാസ്റ്റ് കണ്ടിന്യൂസിലേക്ക് മാറ്റിയെടുക്കാം. അപ്പൊ നമുക്കൊരു ഇതുവരെ പറഞ്ഞത് ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാണ്. സിമ്പിൾ പ്രസന്റ് ആണെങ്കിൽ സിമ്പിൾ പാസ്റ്റിലേക്ക്, സിമ്പിൾ പാസ്റ്റ് ആണെങ്കിൽ പാസ്റ്റ് പെർഫെക്റ്റിലേക്ക്, സിമ്പിൾ ഫ്യൂച്ചർ ആണെങ്കിൽ കണ്ടീഷണൽ ഫോമിലേക്ക്, പ്രസന്റ് കണ്ടിന്യൂസ് ആണെങ്കിൽ പാസ്റ്റ് കണ്ടിന്യൂസിലേക്ക്. ഇത് നമ്മൾ ആ കറക്റ്റ് ആ ഓർഡർ ഒന്ന് മനസ്സിലാക്കിയിരിക്കും. എങ്ങോട്ടാണ് മാറുന്നത്. അതല്ലാതെ വെറുതെ ഈസ് വരുമ്പോൾ അവിടെ വാസ് എന്നുള്ളതല്ല, ടെൻസ് ആണ് മാറുന്നത് ഈ ടെൻസിലേക്ക്. അപ്പൊ നമുക്കറിയാം പ്രസന്റ് കണ്ടിന്യൂസ് മാറുന്നത് പാസ്റ്റ് കണ്ടിന്യൂസിലേക്കാണ്. യെസ്. അപ്പൊ ഇവിടെ നമ്മൾ ഇതിന്റെ ആൻസർ എഴുതുമ്പോൾ he told that the boy was playing. He told that the boy was playing. കുട്ടി കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നവൻ പറഞ്ഞു. He told that the boy was playing. Yes. Okay. അടുത്ത് നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യുക. ഇൻപുട്ട് നമ്മുടെ അകത്ത് എഴുതിക്കോളൂ. I am going, GOING, going home, HOME. I am going home. ആ ഇൻവെർട്ടർ കോമ ക്ലോസ് ചെയ്യുക. ഇൻവെർട്ടർ കോമ ക്ലോസ് ചെയ്യുക. I am going home ഇൻവെർട്ടർ കോമ ക്ലോസ് ചെയ്യുക. എന്നിട്ട് ഇൻവെർട്ടർ കോമയുടെ പുറത്ത് എഴുതുക he said to me. He said to me. അവൻ എന്നോട് പറഞ്ഞു ഞാൻ വീട്ടിലേക്ക് പോവുകയാണ്. യെസ്, എഴുതിക്കോളൂ. ഓക്കെ സഫീറ, കറക്റ്റ്. ഓക്കെ സരില, കറക്റ്റ്. ഓക്കെ സൗമ്യ, കറക്റ്റ്. അടുത്ത വാചകം എഴുതിക്കോ. He said. ഇനി ഇൻവെർട്ടർ കോമയില് it is very delightful. It is very delightful. DELIGHTFUL. Delightful performance. PERFORMANCE. ഓക്കെ സൗമ്യ. ഇറ്റെന്നുള്ളത് നമുക്ക് താറ്റുന്നതാണ്. എന്താണ് എനിക്ക് പിടികിട്ടില്ലത്? സംശയം ചോദിച്ചു.
സർ ഇറ്റ് എന്നുള്ളത് ദാറ്റ് പറഞ്ഞില്ലേ, അപ്പോ ഹി ടോൾഡ് ദാറ്റ്, എന്നിട്ട് ദാറ്റ് വാസ് എന്ന് പറയില്ലല്ലോ എന്ന് എനിക്ക് തോന്നി. വേണ്ട ഒരു സെക്കൻഡ്. അടുത്തൊരു വാല്യൂ ഇങ്ങോട്ടും ഇൻവെർട്ടഡ് കോമ എഴുതിക്കും. വൈ ആർ യു going on, G-O-I-N-G, going on strike, S-T-R-I-K-E, strike. Why are you going on strike? Inverted comma close here. And the reporter, R-E-P-O-R-T-E-R, reporter said, S-A-I-D, said. പറയാം, why are you going on strike? എന്തുകൊണ്ടാണ് നിങ്ങൾ സമരം ചെയ്യുന്നത്? The reporter said, reporter ചോദിച്ചു. Yes. അദ്ദേഹം ഉള്ളത് മാറ്റിയിട്ട് വേണമെങ്കിൽ വിയും വെക്കാം. ഇതിപ്പോ അതെങ്ങനെയാണ് സൗമ്യ റിപ്പോർട്ട് ചെയ്തേക്കുന്നത്? ഞാൻ റിപ്പോർട്ടറാണ്, ഞാൻ ഇദ്ദേഹത്തോട് ചോദിച്ചു. അപ്പോ ആ ചോദിച്ച ആളോട് അവരല്ല റിപ്പോർട്ട് ചെയ്തേക്കുന്നത്. ഇത് കണ്ടുകൊണ്ടിരുന്ന അല്ലെങ്കിൽ കേട്ടുകൊണ്ടിരുന്ന വേറൊരാളോട് പറയുന്ന രീതിയിലാണ് വന്നേക്കുന്നത് മാത്രം. യെസ്, ഞാൻ വേറെ ആരെങ്കിലും കറക്റ്റ് വരുമെന്ന് നോക്കട്ടെ. വേറെ രീതിക്ക് വരുമെന്ന് നോക്കട്ടെ. യെസ്, നോക്കിയേ. ഓക്കെ സനില, ടോൾഡിനേക്കാൾ കറക്റ്റ് ഇവിടെ ആസ്ക്ഡ് ആണ്. ടോൾഡ് എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു. സൗമ്യ ടോൾഡ്, അതിൽ കുറച്ച് റിപ്പോർട്ടറോട് ചോദിക്കണം, നിങ്ങൾ എന്തുകൊണ്ടാണ്? അപ്പൊ ടോൾഡിനേക്കാൾ നല്ലത് ആസ്ക്ഡ് ആണ്, ചോദ്യം ചോദിക്കുന്നത്. അപ്പൊ ആസ്ക്ഡ് പറഞ്ഞാൽ മതി. അപ്പൊ നമുക്ക് ഇതിന്റെ ആൻസർ പറയാം. The reporter asked, why we were going on strike. അപ്പോൾ ആരോടാണ് ചോദിച്ചത്? അവരാണ് റിപ്പോർട്ട് ചെയ്യണം. നേരെ മറിച്ച് ആരോടാണ് ചോദിച്ചത് അത് കേട്ട വേറൊരാളോട് പറയുന്നു. മൂന്നാമതൊരാൾ ചോദിച്ച റിപ്പോർട്ടറല്ല, ആരോടാണ് റിപ്പോർട്ടർ പറഞ്ഞത് അവരുമല്ല, മൂന്നാമതൊരാൾ കേട്ടു, അയാൾ നാലാമതൊരാളോട് പറയുമ്പോൾ എങ്ങനെ എഴുതുന്നോ അതുപോലെയാണ് സൗമ്യ. അത് കറക്റ്റ് തന്നെയാണ്. ഓക്കെ, അതാണ് സിറ്റുവേഷൻ. യെസ്, അടുത്തത്. He is coming tomorrow. T-O-M-O-R-R-O-W, tomorrow. Mother, tomorrow, comma, mother. Okay, he is coming tomorrow, mother എന്നുള്ളത് ഇൻവെർട്ടഡ് കോമ ഉണ്ട്. അത്രയും ഇൻവെർട്ടഡ് കോമ. യെസ്, എന്നിട്ട് ഇൻവെർട്ടഡ് കോമയുടെ പുറത്ത് സെഡ് ഷീല, SAID, സെഡ് ഷീല.
ഓക്കെ. അവിടെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു വാചകം ആ ടു മദർ എന്നുള്ളത് ഹാവ് മദർ എന്നൊക്കെ വേണമെങ്കിൽ ആക്കാട്ടോ. യെസ്, ഓക്കെ. പറയാം ഷഫീറ. ഹി ഈസ് കമ്മിങ് ടുമാറോ, മദർ. ഹി ഈസ് കമ്മിങ് ടുമാറോ, മദർ. അദ്ദേഹം ഇവിടെ കോമയുടെ അകത്ത് സെഡ് ഷീല. അയ്യോ സഫീറ, ഷീല അമ്മയോടാണ് പറഞ്ഞത്. ഷീല സെഡ് മദർ, അമ്മയും അവൻ നാളെ വരും. ഇപ്പൊ ഇത് വന്നപ്പോ അമ്മ ഷീലയോട് പറഞ്ഞല്ലേ, മറിച്ചിട്ട് അമ്മയെ എന്ന് വിളിക്കുന്നതാണ് മദർ. യെസ്, സഫീറ ഇതിനകത്ത് മദർ എന്ന് പറയുന്ന ഒരു വാക്ക് ഒന്നില്ല കേട്ടാ. അപ്പൊ ആ ടോൾഡ് കഴിഞ്ഞിട്ട് സെറ്റിന് പോലെ ടോൾഡ് ആക്കിയിട്ട് അവിടെ മദർ എന്നും കൂടി എഴുതാം. ശരി, ഓക്കെ, നോ പ്രോബ്ലം. യെസ്, അടുത്ത് ദ ടീച്ചർ സെറ്റ്. The teacher said, SAID, said. ഇനി ഇൻപുട്ട് കോമൺ അകത്തിട whose book, WHOEC, whose book is this? Whose book is this? Whose book is this? Yes, okay. Correct. Okay. അവിടെ നമുക്ക് ക്വസ്റ്റ്യൻ മാർക്ക് വരില്ല കേട്ടോ. കാരണം എന്താണെന്നറിയോ, ഇത് ആരുടെ ബുക്കാണെന്ന് ചോദിച്ചു. ഇത് ആരുടെയാണ് ഈ ബുക്ക് എന്ന് ചോദിക്കുമ്പോഴാണ് ചോദ്യമാകും. ഓക്കെ. യെസ്, നമ്മൾ ചോദിച്ച ഒരു ചോദ്യം പിന്നെ നമ്മൾ വേറൊരാളോട് പറയാണ്, നീ ആരാണെന്ന് അവൻ ചോദിച്ചു. നേരിട്ട് നീ ആരാണ് എന്ന് അദ്ദേഹത്തെ ചോദിച്ചു, അത് പ്രശ്നമാണ്. അത് കേട്ട നമ്മൾ വന്ന് പറയുമ്പോൾ നീ ആരാണെന്ന് അവൻ ചോദിച്ചു. അപ്പൊ അത് ചോദ്യമല്ല, അത് പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് അല്ലേ. യെസ്,
ഞാനത് നിങ്ങളുടെ ഒരു മനോധർമ്മത്തിന് വേണ്ടിയിട്ട് ഒരു ചോദ്യം പറയും. He said. ഈ ഇൻവെർട്ടഡ് കോമയിലേക്ക് രാം രാം കോമ ഗുഡ് ബൈ. ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുള്ള നിയമങ്ങളല്ല ഒരു കോമൺ സെൻസ് ഉപയോഗിക്കുക. ഹി സെറ്റ് രാം ഗുഡ് ബൈ. ഇത് കേട്ട ഒരാള് വേറെ ആളോട് പറയുമ്പോൾ എങ്ങനെ പറയും? ഓക്കെ സനില, ചെറിയൊരു വാക്ക് മാറ്റാം. ഓക്കെ സഫീറ, ചെറിയൊരു ചേഞ്ചസ് വരുത്താം. യെസ്. അപ്പൊ ഇതിന്റെ കറക്റ്റ് ആൻസർ വരുമ്പോ ഹി ബിഡ് BID ബിഡ് ഹി ബിഡ് ഗുഡ് ബൈ. ഹി ബിഡ് ഗുഡ് ബൈ ടു രാം. ഹി ബിഡ് ഗുഡ് ബൈ ടു രാം. അങ്ങനെയാണ്. യെസ്. ഇനി ഇതുപോലെ തന്നെ നിങ്ങളുടെ ഒരു സെൻസ് ഉപയോഗിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻവെർട്ടഡ് കോമയിനകത്ത് ഓക്കെ. ഹാപ്പി ഓണം. അത് ഇൻവെർട്ടഡ് കോമ ക്ലോസ് ചെയ്യും. ഹാപ്പി ഓണം എന്നുള്ളത് ഇൻവെർട്ടഡ് കോമയിലുണ്ട്. ഹാപ്പി ഓണം. ഓക്കെ, കഴിഞ്ഞില്ലേ? ഈ ഐ സെറ്റ് ഞാൻ പറഞ്ഞു. ഐ സെറ്റ് ഓക്കെ. നിങ്ങൾ ഇതിന്റെ ഒരു സിറ്റുവേഷൻ മനസ്സിൽ ആലോചിച്ച് കഴിഞ്ഞാൽ നിയമങ്ങളൊക്കെ ഇവിടെ നമ്മൾ നോക്കണ്ട, പഠിച്ച നിയമങ്ങൾ അതാണ് ഞാൻ മാറ്റി പിടിച്ചത്. യെസ്, ലോജിക്കായിട്ടൊന്ന് ചിന്തിച്ച് അത് പറയാം. ഹാപ്പി ഓണം. ഐ സെറ്റ്. യെസ്. ഓക്കെ സഫീറ, അത് നമുക്ക് റെഡിയാക്കാം. ഓക്കെ. അത് നോക്കി. ഹാപ്പി ഓണം. ഐ സെറ്റ്. അപ്പൊ സെറ്റ് ഇപ്പൊ ഒരു വിഷിംഗ് അല്ലേ? അപ്പൊ സെറ്റ് എന്നുള്ളത് മാറ്റിയിട്ട് നമുക്ക് എന്താ പറയാ, വിഷ് എന്നാണ്. അപ്പൊ ഐ വിഷ്ഡ്. ഇനി ഇവിടെ നമ്മൾ ഒരു വാക്ക് ഒരു അണ്ടർസ്റ്റുഡ് ആയിട്ട് കിടക്കുന്നത്, അത് യു എന്ന് പറയുന്ന വാക്കാണ്.
ഹാപ്പി ഓണം ടു യു എന്നാണ്. ആ ടു യു എന്നുള്ളതിനകത്ത് ഇല്ല, പക്ഷെ അത് അവിടെ ഉണ്ട് വിചാരിക്കും. യെസ്, ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ നമുക്ക് പറയാം, ഞാൻ അവനോട് അല്ലെങ്കിൽ അവളോട്, രണ്ടും വരാം. യു എന്ന് പറയുമ്പോൾ വേണമെങ്കിൽ ആണാവാം പെണ്ണാവാം, മാസ്കുലിൻ ആവാം ഫെമിനിൻ ആവാം. ഞാൻ അവളോട് അല്ലെങ്കിൽ അവനോട് എന്ന് പറഞ്ഞു, ഹാപ്പി ഓണം എന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഐ വിഷ്ഡ് ഹെർ. ഐ വിഷ്ഡ്, ഞാനല്ലേ വീട്ടിൽ സഫിയർ വേറെ. അപ്പൊ ഐ വിഷ്ഡ് ഹെർ അല്ലെങ്കിൽ ഹിം. ഐ വിഷ്ഡ് ഹെർ ഓർ ഹിം ഹാപ്പി ഓണം. ഐ വിഷ്ഡ് ഹെർ അല്ലെങ്കിൽ ഐ വിഷ്ഡ് ഹിം ഹാപ്പി ഓണം. ഇനി ആ യു എന്ന് പറയുമ്പോൾ ഒന്നിൽ കൂടുതൽ ആളുകളുണ്ടെങ്കിൽ അവിടെ ദം എന്ന് പറഞ്ഞാൽ കറക്റ്റ് ആണ്. ഐ വിഷ്ഡ് ദം ഹാപ്പി ഓണം. ചെറിയൊരു ചേഞ്ചസ് ഉണ്ടാവും, എന്നാലും നിങ്ങൾ ചിന്തിക്കുക. ഇൻവെർട്ടഡ് കോമൺ അകത്ത് എഴുതാം, വെൽക്കം. വെൽക്കം. ഇൻവെർട്ടഡ് കോമ ക്ലോസ് ചെയ്യാം. ഷീ സെറ്റ്. ഷീ സെറ്റ് എസ് എ ആയിരിക്കും. യെസ്, സരില്ല. ഒന്നും കൂടി ഒന്ന് അരിച്ച് ചിന്തിച്ച് ആ വെൽക്കമിൽ തന്നെ ഒന്ന് പിടിച്ച്. വെൽക്കം എന്ന് പറയുന്നത് തന്നെ സ്വാഗതീയല്ലേ? ആ, പിന്നെ ഇതിനകത്ത് ഒരു അണ്ടർസ്റ്റുഡ് ആയിട്ട് കേൾക്കുന്ന വേർഡ് കൂടിയാണ് ചേർത്ത്. സഫീറ കറക്റ്റ്? ഓക്കെ. അർച്ച, സനില, ആ ദം എന്നുള്ളത് മാറ്റിയിട്ട് വേറെ രീതിയിലും പറയരുത്. അതെങ്ങനെ പറയാം? നോക്കിയേ, ഒരാൾ വരുമ്പോ നമ്മൾ പറയും വെൽക്കം യു എന്നാണ്, അല്ലെ? നിങ്ങളെ സ്വാഗതം. അപ്പൊ യു അവിടെ കിടപ്പുണ്ട്, അണ്ടർസ്റ്റുഡ് ആയിട്ട് അവിടെ കിടപ്പുണ്ട്. ആ യു എന്ന് പറയുന്ന ഒരാളാണ് വേറൊരാളോട് പറയുന്നതെങ്കിൽ നമ്മൾ എങ്ങനെ പറയും? അവൾ എന്നെ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ഞങ്ങളെ, ഓക്കെ കറക്റ്റ്, സ്വാഗതം ചെയ്തു. യെസ്, ആ യു എന്ന് പറയുന്ന ആള് പറയാതെ ആ യുവിനെ സ്വാഗതം ചെയ്യുന്നത് കണ്ടുകൊണ്ടിരുന്ന മൂന്നാമതൊരാൾ നാലാമതൊരാളോട് പറയുന്നത് ഉപയോഗിക്കും. ഓക്കെ ഓക്കെ ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. യെസ്, അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് പ്രസന്റ് കണ്ടിന്യൂസ് എന്ന് പറയുന്ന ഒരു ടെൻസിനെ കുറിച്ചാണ്. ആ ടെൻസ് എങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ റിപ്പോർട്ട് സ്പീച്ചിൽ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കിയത്. അപ്പൊ ഇപ്പൊ നമ്മള് 4 ടെൻസിന്റെ ഉപയോഗത്തെ കുറിച്ചിട്ടാണ് നമ്മൾ നോക്കിയത്. ഓക്കെ, അപ്പൊ ഇന്ന് നമുക്ക് ഈ ടെൻസ് മാത്രം മതി. വീണ്ടും നമുക്ക് കുറച്ച് ചോദ്യങ്ങളിലേക്ക് പോകാം. അപ്പൊ മിക്കവാറും ഈ മാസത്തോടും കൂടി നിങ്ങളുടെ ക്ലാസ്സുകൾ അവസാനിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. യെസ്, അപ്പോ ചിലപ്പോൾ വേറെ ഏതെങ്കിലും ക്ലാസ് എടുത്ത് തീരാത്ത ടീച്ചർമാരുണ്ടാവില്ലേ? അപ്പൊ അവര് ചോദിക്കുകയാണെങ്കിൽ അവർക്ക് ചിലപ്പോൾ ക്ലാസ്, ഇംഗ്ലീഷ് ക്ലാസ്സിൽ പരീക്ഷ ഇല്ലാത്തത് കൊണ്ട് ചിലപ്പോൾ ഒരു ക്ലാസ് കണ്ണടിക്ക് കൊടുക്കേണ്ടി വരും. ഓക്കെ, യെസ്. അപ്പൊ ഇതിപ്പോ നമ്മൾ 2-3 ക്ലാസ്സുകളിലൊക്കെ കൂടെ കാണുള്ളൂ. അത് കഴിഞ്ഞാൽ ചിലപ്പോ എവിടെയെങ്കിലും വെച്ചൊക്കെ കാണാം, അല്ലേ? യെസ്. Okay, I am going to ask you some questions. All answer first letter R. Red, R-E-D, red. Yes. Second letter E, R-E, E. അപ്പൊ ആദ്യത്തെ ലെറ്റർ R ആണ്, രണ്ടാമത്തെ ലെറ്റർ E ആണ്. ആറിലും ഇയിലും തുടങ്ങുന്ന രീതിയിലായിരിക്കണം നിങ്ങളുടെ ആൻസർ വരേണ്ടത്. Yes. Okay. Are you ready?
Yes. Okay, Sanila. The first question. Back side of something. Back side of something. Back side of something. വാഹനം ഓടിക്കുന്ന അവർക്ക് ചിന്തിക്കാം. ഓ അല്ല, ബാക്ക് സൈഡ് ഓഫ് റിവേഴ്സ് കം ബാക്ക് എന്നാണ്. എന്റെ അടുത്തുകൂടി പോകേണ്ട സൂര്യ. റിട്ടേൺ അല്ല, റീടേക്ക് അല്ല. ആ ഓക്കെ സഫീറ, ഇറ്റ്സ് കറക്റ്റ് ആൻസർ. റിയൽ ആണ്, റിയൽ. ഇറ്റ്സ് കറക്റ്റ് ആൻസർ. സനില, നമ്മൾ വണ്ടി ഓടിക്കുമ്പോഴേ ഗ്ലാസ്സിൽ നോക്കിയിട്ട് റിയർ വ്യൂ എന്നല്ല പറയുന്നത്, റിയർ. സഫീർ, ആ ഓക്കെ ഓക്കെ, ഞാൻ റിയർ വ്യൂ എന്ന് പറയുകയും ചെയ്തു, സഫീർ എഴുതുകയും ചെയ്തു. ഓക്കെ, റിയർ വ്യൂ ഇറ്റ്സ് കറക്റ്റ് ആൻസർ. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്, അപ്പൊ സഫീറ ആൻഡ് സനില ഓപ്പൺ ദ സ്കോർ ബോർഡ്. Next question. An explanation or justification as to why, WHY. An explanation or justification as to why, WHY. Correct. Sanila, Safira, Soumya. Sanila, Safira and Soumya. It's a correct answer. That answer is the reason. I don't know the reason of the Karana. The reason for everything. Yes. Next. Then meaning to oppose, OPP, OSE. Oppose or disobey, DIS, OBEY. To oppose or disobey one in authority. One in authority. To oppose or disobey one in authority. അതല്ല, അതൊക്കെ ഇങ്ങനെ സമ്മതിച്ചു. പക്ഷെ ഇങ്ങനെ അധികാര സ്ഥാനത്തിരിക്കുന്നവരെ വെല്ലുവിളിക്കുന്ന പേര് വീഴും. റിജക്ട് അല്ല, റിജക്ട് തള്ളിക്കളയുക. ഞാൻ സിറ്റുവേഷൻ പറയാം, നിങ്ങൾ ആ വെച്ച് ചിന്തിച്ചാൽ മതി. ഇലക്ഷൻ സമയത്തൊക്കെ ഇത് വരും. ഇലക്ഷൻ സമയത്ത് സ്ഥാനാർത്ഥികൾക്കൊക്കെ എതിരൊക്കെ നിൽക്കുമ്പോൾ ഈ വൈഡ് വരും. റിവോൾട്ട് അല്ല സനില, വേറെ വാക്ക്. യെസ്, നിങ്ങളൊരു ഇലക്ഷന് നിൽക്കുന്നു, നിങ്ങളുടെ തന്നെ റെസൊല്യൂഷൻ പ്രമേയം എന്നാണ്. നിങ്ങളുടെ തന്നെ കൂട്ടത്തിൽ നിൽക്കുന്ന ഒരാൾ നിങ്ങൾക്ക് എതിര് നിൽക്കുന്നു. അപ്പൊ നമ്മൾ ആ പേരാണ് ഉപയോഗിക്കുക ആ സ്ഥാനാർത്ഥി. റെസ്പോൺസിബിലിറ്റി അല്ല ജിജിമോൾ, ഒന്നുകൂടി റിവോൾവർ അല്ല, ഇത് കറക്റ്റ് ആ വാക്ക് ഉപയോഗിക്കും. സഭ്യത അല്ല, അതല്ല. അതേ പാർട്ടിയിൽ തന്നെ ഉള്ള ഒരാൾക്കെതിരെ നിൽക്കുമ്പോൾ, ഇലക്ഷനൊക്കെ നിൽക്കുമ്പോൾ ആ വൈഡാണ് നമ്മൾ പറയുന്നത്. അയാൾ ഡാഷ് കാൻഡിഡേറ്റ് ആണ് എന്ന് പറയും. ആ ഡാഷിന്റെ സ്ഥലത്ത് പൂരിപ്പിച്ച കറക്റ്റായി. അപ്പൊ ഞാൻ പറയട്ടെ, യെസ്, അതിന്റെ പേരാണ് റിബൽ. നമ്മൾ പറയാം റിബൽ ആണെന്ന് പറയാറുണ്ടല്ലേ, റിബൽ ആണ് കേട്ടോ. അധികാര സ്ഥാനത്തുള്ളവരോട് എതിർക്കുന്നതിന് പറയുന്നത് റിബൽ, റിബലിയൻ, ലഹള എന്നൊക്കെ അർത്ഥമുണ്ട്. ടു ഓപ്പോസ് ഓർ ഡിസൊബേ വൺ ഇൻ അതോറിറ്റി. ചിലപ്പോൾ നമുക്കൊരു പാർട്ടിയിൽപ്പെട്ട ഒരാൾ നിൽക്കും, അപ്പൊ ഇലക്ഷൻ സ്ഥാനം സീറ്റ് ലഭിക്കാതെ നാളെ അയാൾക്ക് ഇതിൽ നിൽക്കും. അതേ പറയും, അപ്പോ വോട്ടുകൾ പിന്നിച്ചു പോയില്ല. യെസ്, റിബൽ. ഓക്കെ,
അടുത്തത് എ മീനിങ് ആണ് പറയുന്നത് എ ഷോർട്ട് ബ്രേക്ക് ഫോർ റെസ്റ്റ് ഓർ റിലാക്സേഷൻ. എ ഷോർട്ട് ബ്രേക്ക് ഫോർ റെസ്റ്റ് ഓർ റിലാക്സേഷൻ. ആ ത്യാഗരാജ കണ്ടിട്ട് ഒരുപടി നാളായില്ല. റെസ്റ്റ് അല്ല വേറെ വീട് നമ്മൾ റെസ്റ്റിന്റെ അകത്ത് ഉണ്ട്. എ ഷോർട്ട് ബ്രേക്ക് ഫോർ റെസ്റ്റ് ഓർ റിലാക്സേഷൻ. അതല്ല അർച്ച. റീസെറ്റ് അല്ല, റിലാക്സ് അല്ല സഫീറ. ഓക്കെ, റെസ്റ്റിംഗ് അല്ല സഫീറ. ഞാൻ ആർ ഈ അടുത്ത ലെറ്റർ സി ആണ്. റീചാർജ് അല്ലേ ജസ്ന? എ ഷോർട്ട് ബ്രേക്ക് ഫോർ റെസ്റ്റ് ഫോർ റിലാക്സേഷൻ. റീക്യാപ്പ് അല്ലേ സൂര്യ? ആ ഓക്കെ സഫീറ, ഇറ്റ്സ് എ കറക്റ്റ് ആൻസർ. റിസീസസ്. ഓക്കെ സഫീറ, ഇറ്റ്സ് എ കറക്റ്റ് ആൻസർ. ഓക്കെ യെസ്, ഞാൻ പ്രതീക്ഷിച്ചത് സഫീറ തന്നെയാണ്. ഓക്കെ RECESS റിസീസ്. ഓക്കെ, വെരി ഗുഡ്. അടുത്തത് to restore. RESTORE. To restore a relationship after a conflict. To restore a relationship after a conflict. Recall അല്ല, പ്രിപ്പയർ അല്ല. ഒരു വഴക്കൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും കൂടൂലേ ആ സംഗതി. റീസ്റ്റാർട്ട് ആണ്, പക്ഷെ അത് വേറെ ചില റീസ്റ്റാർട്ടുകളാണ്. ജസ്റ്റ് വഴക്കിന് ശേഷമല്ല റീസ്റ്റാർട്ട്. റീയൂണിയൻ അല്ല, വേറെ വീടുണ്ട്. സനില, ജസ്ന, രണ്ടെണ്ണം എനിക്ക് കിട്ടിയിട്ടുണ്ട്. മൂന്നാമതൊരെണ്ണം കൂടി ആവും. 1 തൊട്ടാ 3 അവസാനിക്കുന്നതാണ്. യെസ്. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ REC ബാലൻസ് പറഞ്ഞോളൂ. 3 ലെറ്റർ പറഞ്ഞിട്ടുണ്ട്. REC. ഒരു വേർഡ് കൂടി പറയുന്നു, RECO. നീ പറയുന്നില്ല. സഫീറ, come to the point. RECO. ഇപ്പോ റിക്കവറി അല്ല അർച്ച, വേറെ വേർഡുണ്ട്. റിക്കവർ അല്ല. റിക്കവർ ഒരു വാക്കുണ്ട്, പക്ഷെ നമുക്ക് ഈ സിറ്റുവേഷനെ പറ്റിയതല്ല. റിക്കഗ്നേഷൻ അല്ല, റീകമ്മ്യൂണിക്കേറ്റ് അല്ല, റീസ്റ്റോറേഷൻ അല്ല. റീകൺസീലിയേഷൻ. ഓക്കെ സനില, കറക്റ്റ്. റീകൺസീൽ ആണ് കറക്റ്റ് സനില. ഓക്കെ, റീകൺസീൽ ആണ് കറക്റ്റ് വേർഡ് കേട്ടോ. ഞാൻ ആരും പറയില്ല എന്ന് വിചാരിച്ചു. അത് കറക്റ്റ് സനില പറഞ്ഞു. വെരി ഗുഡ്. യെസ്, റീകൺസീൽ. RECONCILE. അടുത്തത് ടേണിംഗ് വേസ്റ്റ് ഇൻടു യൂസ്ഫുൾ ബൈ പ്രോഡക്റ്റ്. Turning waste into useful byproduct. Okay, Soumya, correct. Soumya, Jasna, Safira.
ഓക്കെ 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 റീയൂസ് അല്ല, റീസൈക്കിൾ ആണ്. റീസൈക്കിൾ എന്ന് പറയുന്നത് ഒരു പ്രോഡക്റ്റ് വേറൊരു പ്രോഡക്റ്റ് ആയിട്ട് മാറ്റുന്നത് റീസൈക്കിൾ ആണ്. അടുത്തത് ടു ബൈ, BUY, ടു ബൈ ബാക്ക് ഫ്രം captivity, CAPTIVITY, to buy back from captivity. Resell അല്ല, ജസ്റ്റ് ഒന്നും കൂടി. To buy from captivity. അതല്ല സഫീറ, അല്ല ജസ്ന. യെസ്, റിട്ടേൺ അല്ല, റീഇൻവെസ്റ്റ്മെന്റ് അല്ല, ക്യാപ്റ്റിവിറ്റി. അത് പിടിച്ചിട്ട് വിട്ട് നമ്മൾ തിരിച്ചെടുക്കും. ആ ഓക്കെ സഫീറ, ഇറ്റ്സ് എ കറക്റ്റ് ആൻസർ. റെഡീം, സഫീറ, ജസ്ന. ഓക്കെ ഓക്കെ ജസ്ന, ഇറ്റ്സ് എ കറക്റ്റ് ആൻസർ. റെഡീം ആണ്, REDEEM, റെഡീം. യെസ് യെസ്. അടുത്ത പിന്നെ സിമ്പിൾ ആണ്. എ പേഴ്സൺ who impartially, IMPARTAALLY, a person who impartially decides or resolves a conflict in a sports. A conflict in sports. A conflict in sports. A person who impartially decides or resolves. Okay, Archa, Archa, Sanila, Safira. Archa നേരത്തെ വന്നിട്ടില്ല അല്ലേ? Archa, Sanila and Safira. Is the correct answer? The answer is referee. Referee ആണ് നിഷ്പക്ഷമായിട്ട് കാര്യങ്ങൾ പറയുന്ന ആള്. ഓക്കെ ഓക്കെ ഓക്കെ, referee. അടുത്തത്, the image that you see in a mirror. The image that you see in a mirror. റിയൽ അല്ല, വേറെ വേടുണ്ടല്ലോ. മിററിൽ കാണുന്നത് നമ്മൾ എന്താ പറയുന്നത്? ഇറ്റ് ഈസ് അവർ. ഓക്കെ സൂര്യ, ജസ്ന, സഫീറ. സൂര്യ, Jasna and Safira. Okay, the answer is reflection. It's the correct answer. Okay, 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 okay. Next question. A practice session, SCSSIUA. A practice session to prepare for a public appearance. A practice, Sanila, Jasna, and Safira. Sanila, Jasna, and Safira. Okay, Surya, that is what is called rehearsal. And rehearsal. Next question. To harvest, HARVEST. To harvest with a sickle, SICKLE. To harvest with a sickle. അത് ചെയ്ത് അതിന് പേര് പറയും.
ആ പ്രോസസ്സിന്റെ പേര് പറയും ആ ചെയ്തതിന്. ഇമ്പോർട്ട് അല്ല, ഇമ്പോർട്ട് അയക്കാൻ മതി. കൃഷ്ണപ്രിയ, നമ്മുടെ ഫസ്റ്റ് ലെറ്റർ R, രണ്ടാമത്തെ ലെറ്റർ E, അങ്ങനെയാണ് നമ്മൾ പോകും കേട്ടോ. ടു ഹാർവെസ്റ്റ് വിത്ത് എ സിക്കിൾ. ആ ഓക്കെ സഫീറ. സഫീറ, സൂര്യ, ജസ്ന. സഫീറ, സൂര്യ ആൻഡ് ജസ്ന. ഇറ്റ്സ് എ കറക്റ്റ് ആൻസർ. REAP, കൊയ്യുക എന്ന് നമ്മൾ പറയില്ലേ, അത് സിക്കിൾ അരിവാളാണ്. അരിവാൾ കൊണ്ട് വിളവെടുക്കുന്നതിനെയാണ് നമ്മൾ കൊയ്യുക എന്ന് പറയുന്നത്. ഓക്കെ 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 ഓക്കെ. അടുത്തത് വെരി സിമ്പിൾ. എ ഷോർട്ട് വീഡിയോ ഓൺ ഇൻസ്റ്റഗ്രാം. എ ഷോർട്ട് വീഡിയോ ഓൺ ഇൻസ്റ്റഗ്രാം. ജസ്ന, സഫീറ, സൂര്യ. ജസ്ന, Safira, Surya. It's a correct answer. The answer is real. Correct answer. Another. Sudden automatic response. Sudden automatic response to a stimulus. STIMULUS. Okay. Archa, Sanila, Safira. Archa, Sanila, and Safira. Reflex, reflex. Correct answer, just that. Correct answer, reflex. Okay. It's a correct answer. Yes. Okay. അപ്പോൾ ചോദ്യങ്ങൾ നമ്മളെ കൊണ്ട് അവസാനിക്കുകയാണ്. എന്നിരുന്നാലും ഞാൻ കുറച്ച് മെയിൽ നെയിം പറയും, നിങ്ങൾ അതിന്റെ ഫീമെയിൽ പറയണ്ട, അത് പോയിന്റ് അല്ല, വെറുതെ എഴുതിയാൽ മതി. ഫീമെയിൽ നിങ്ങൾ പറയണം. അറിയാലോ, മെയിൽ എന്ന് പറയുമ്പോൾ അത് ആണായിരിക്കും, അതിന്റെ ഫീമെയിൽ പറയണം. ഫസ്റ്റ് സർ, SIR, സർ. അതിന്റെ ഫീമെയിൽ എന്താണ്? ഓക്കെ, കറക്റ്റ് ആണ്. മാഡം. ഓക്കെ ആൽവിൻ. ഓക്കെ സഫീറ. ഓക്കെ കൃഷ്ണ, കറക്റ്റ് ആണ്. സർ, മാഡം. ഓക്കെ, കറക്റ്റ് ആണ്. ഇത് മാർക്കല്ല കേട്ടോ, വെറുതെ ചോദിക്കുന്നതാണ്. നെക്സ്റ്റ് ഈസ് ഗ്രൂ. GROOM. ഗ്രൂ. യെസ്. ഓക്കെ കറക്റ്റ് ആണ്. BRIDE, ബ്രൈഡ്. Okay, correct. Very good. അടുത്തത് ബാച്ചിലർ. ഓക്കെ അർച്ച, ഇറ്റ്സ് എ കറക്റ്റ് ആൻസർ. സ്പിൻസ്റ്റർ ആണ്. SPINSTER. കേട്ടോ, സ്പിൻസ്റ്റർ. അപ്പൊ ആ വാക്ക് നിങ്ങൾ മറക്കരുത്, അവിടേക്ക് നിങ്ങൾക്ക് ആവശ്യം വരും. അതിന് വരാൻ കുറച്ച് സമയം പിടിച്ചു. ഓക്കെ ബാച്ചിലർ. ബാക്കി സാർ, ഗ്രൂം ഒക്കെ പെട്ടെന്ന് വന്നു. അടുത്തതും പെട്ടെന്ന് വരും. ആക്ടർ. ഓക്കെ സനില, കറക്റ്റ് ആൻസർ ആണ്. ആക്ട്രസ്. ആക്ടർ എന്നുള്ളതിന് ആക്ട്രസ്. ഓക്കെ കറക്റ്റ് ആൻസർ. ഓക്കെ ജിഷ്ണ. നെക്സ്റ്റ് ഹീറോ. HERO, ഹീറോ. ഓക്കെ സഫീറ, കറക്റ്റ് ആണ്. യെസ്, ഹീറോ കറക്റ്റ് ആണ്. യെസ്. ഓക്കെ, അടുത്തത് കിങ്. KING, കിങ്. ഓക്കെ ശരിയാണ്. യെസ്, യെസ്. അടുത്തത് ഹോസ്റ്റ്. HOST, ഹോസ്റ്റ്.
host. Okay, Archer. Correct answer. Hostess. HOSTESS. Yes, sir. Surya is a correct answer. Yes, very good, very good, very good, very good. Yes, correct. അടുത്തത് വെയിറ്റർ. WAITER. വെയിറ്റർ. വെയിറ്റർ ഒരു പെണ്ണാണെങ്കിൽ വെയിട്രസ്. ഓക്കെ ഓക്കെ, കറക്റ്റ് ആൻസർ, കറക്റ്റ് ആൻസർ. ഓക്കെ ഓക്കെ ഓക്കെ, കറക്റ്റ് ആൻസർ. ഓക്കെ, അപ്പൊ അത് നമ്മുടെ കൂടെ അവസാനിപ്പിക്കുകയാണ്. യെസ്, ഓക്കെ. അപ്പൊ ഇന്നത്തെ പോയിന്റ് നിലവാരം ഞാൻ പറയാം. സൗമ്യ 2 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. ആർച്ച 2 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. സൂര്യ 3 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. ജസ്ന 6 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. 6 പോയിന്റ്. സനില 6 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. സനിലക്ക് 6 പോയിന്റ്. ഇനി സഫീറക്ക് 11 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. 11 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, പങ്കെടുത്തവർക്കും പോയിന്റ് കിട്ടിയവർക്കും കിട്ടാത്തവർക്കും ഒരുപോലെ നന്ദി രേഖപ്പെടുത്തുകയാണ്. അപ്പോ 2-3 ക്ലാസ്സുകളിൽ കൂടി നമുക്ക് കാണാം. യെസ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്, ഇനി ആരെങ്കിലും നമ്മൾ ചോദിച്ചാല് ഇംഗ്ലീഷ് ക്ലാസ്സിന്റെ സമയത്ത് വേറെ ടീച്ചർ വന്നു സാധ്യതയുണ്ട് എന്ന് കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. വി ക്യാൻ മീറ്റ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ് next day. Okay, bye.